നമ്മുടെ രാഗേഷ് ഇന്നലെ നിങ്ങൾ പലരും രാഗേഷിന്റെ ഈ എന്താ പറയുക പത്രക്കാരോട് സംസാരിക്കുന്നത് ഇന്നലെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. രാഗേഷ് ആകെ പേടിച്ച് വിറച്ചിട്ടാണ്. കാരണം ഇതിലൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തെ 2 മക്കളെ അനാഥമാക്കിയ അല്ലെ, നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും ആ 2 പെൺമക്കളുടെയും കണ്ണീരിനിയും തോർന്നിട്ടില്ല. ഇതിനൊക്കെ കാരണമായ ഒരുപാട് പേരിൽപ്പെട്ട ഒരാളാണ് രാഗേഷ് എന്ന് പറയുന്ന ഈ കേസ് തേച്ചുമാച്ച് കളയാൻ വേണ്ടിയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ശ്രമിച്ച കണ്ണൂരിലെ CPM-ന്റെ സെക്രട്ടറിയായ രാഗേഷ് ഇന്നലെ ആകെ ബേജാറായിട്ട് രാഗേഷ് പറയാണ്, എന്തിന് CBI, എന്തിന് CBI? ഇയാൾ ചോദിക്കുകയാണ്, ഇത് പാർട്ടി കുടുംബമാണ്. നവീൻ ബാബു CPM പാർട്ടി കുടുംബമാണ് നവീൻ ബാബുവിൻ്റെത്. ഞങ്ങൾ പാർട്ടിക്കൊപ്പമാണ് എന്ന് പറയുന്ന രാഗേഷ് എന്താ പറയേണ്ടത്? ഈ കേസ് CBIക്ക് വിടണം എന്ന് ആവശ്യപ്പെടുന്നത് മഞ്ജുഷയാണ്, നവീൻ ബാബുവിന്റെ ഭാര്യയാണ്, നവീൻ ബാബുവിന്റെ കുടുംബമാണ്. കാലാകാലങ്ങളായി എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് ശേഷം, ഈ ദുരന്തത്തിന് ശേഷം പിണറായി വിജയന്റെ പോലീസ് നേരായ വഴിക്കല്ല ഇത് അന്വേഷിക്കുന്നത് എന്ന് അരിയാഹാരം മാത്രമല്ല ഗോതമ്പാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. ഈ കേസ് അന്വേഷിച്ച ACP ഉണ്ടല്ലോ, നിങ്ങൾ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ചുമതലപ്പെടുത്തിയ ACP രത്നകുമാർ. ഈ രത്നകുമാർ ഇപ്പൊ ആരാണെന്നറിയോ? ഇപ്പൊ അയാൾ ജനപ്രതിനിധിയാണ്. അയാൾ CPM-ന്റെ ടിക്കറ്റില് CPM-ന്റെ ചിഹ്നത്തിൽ ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കൗൺസിലറാണ് ഇപ്പൊ ആള്. ഇതിൽപരം ഈ കേസ് അട്ടിമറിച്ചു എന്നുള്ളതില് ഇതിൽപരം തെളിവുകൾ ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. കേസ് അന്വേഷിച്ചത് CPM-ന്റെ സ്വന്തം പോലീസ്. അപ്പൊ CPM-ന്റെ ആൾക്കാരെ മുഴുവൻ സംരക്ഷിക്കല്ലോ. ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇത് PP ദിവ്യയിൽ മാത്രം ഒതുങ്ങുന്ന കേസല്ല. ഈ കേസിന്റെ ഒരു എന്താ പറയാ ഒരു ഉപരിപ്ലവമായി അല്ലെങ്കിൽ വളരെ ലളിതമായി ഈ കേസ് PP ദിവ്യ നവീൻ ബാബുവിനെതിരെ പ്രസംഗിച്ചു. നവീൻ ബാബു കൈക്കൂലിക്കാരനാണ്, അഴിമതിക്കാരനാണ് എന്നുള്ള രീതിയിൽ PP ദിവ്യ പ്രസംഗിച്ചു. നവീൻ ബാബു ആകെ പരവേശനായി അല്ലെങ്കിൽ ആകെ അധിക്ഷേപം ഏറ്റുവാങ്ങിയ നവീൻ ബാബു തളർന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നു. കുറ്റക്കാരി PP ദിവ്യ. ഈ രീതിയിലാണ് ഇപ്പൊ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതൊന്നുമല്ല, ഇതിന്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതല്ല അറിയേണ്ടത്. PP ദിവ്യ എന്തിനു വേണ്ടിയിട്ടാണ് നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കിയത്? എന്തിനു വേണ്ടിയിട്ടാണ് അധിക്ഷേപിച്ചത്? PP ദിവ്യ പറഞ്ഞല്ലോ. ആ വീഡിയോ ഒക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലുണ്ട്, നിങ്ങൾക്ക് കാണട്ടോ. അതിൽ PP ദിവ്യ നടത്തിയ പ്രസംഗം ഉണ്ടല്ലോ. അതായത് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? അതായത് TP ചന്ദ്രശേഖരനെ കൊടിസിനിയും സംഘവും 51 വെട്ടുവെട്ടി കൊന്നതിനേക്കാൾ മാരകമായിരുന്നു, അതിനേക്കാൾ പ്രഹരശേഷിയുള്ളതായിരുന്നു PP ദിവ്യയുടെ പ്രസംഗം കേട്ടോ. 2 ദിവസത്തിനകം ഞാൻ തെളിവുകൾ ഹാജരാക്കുമെന്ന് പറഞ്ഞിട്ടാണ് PP ദിവ്യ ഇറങ്ങിപ്പോയത്. 2 വർഷം കഴിഞ്ഞു. എന്ത് തെളിവ്? ഏത് തെളിവ്? ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്നറിയോ നിങ്ങൾക്ക്? പിണറായി വിജയൻ എന്ന് പറയുന്ന നൃശംസനാണ് ഇതിന് പിന്നിൽ ചരടുവലികൾ വലിച്ചത്. പിണറായിയാണ്. ആർക്കാ സംശയം? ഇതില് അരുൺ കെ വിജയൻ അല്ലേ, ആ കളക്ടർ, അതായത് PP ദിവ്യ ഈ പ്രസംഗം നടത്തുമ്പോൾ മൂക്ക് ചൊറിഞ്ഞുകൊണ്ടിരുന്ന ഒരു മുതലുണ്ടല്ലോ, അരുൺ കെ വിജയൻ കളക്ടർ. യഥാർത്ഥത്തിൽ ഈ യാത്രയയപ്പ് യോഗം രാവിലെയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. രാവിലെ നിശ്ചയിച്ച യാത്രയയപ്പ് യോഗം. അപ്പം PP ദിവ്യ ഈ കളക്ടറെ വിളിച്ച് പറയാണ്, കളക്ടറെ രാവിലെ പറ്റൂല, എനിക്ക് വരാൻ പറ്റൂല, എനിക്ക് വരണം, എനിക്ക് വന്നിട്ട് അത് കൊളാക്കണം, ഇയാളെ ഞാൻ ശരിപ്പെടുത്തും, അതുകൊണ്ട് കളക്ടർ അത് എപ്പോഴത്തേക്ക് മാറ്റണം? ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റണം. അങ്ങനെയാണ് ഉച്ചയ്ക്ക് ശേഷത്തേക്ക് മാറ്റിയത്. എന്ന് പറഞ്ഞാൽ PP ദിവ്യയുടെ എല്ലാ ഇംഗീതത്തിനും അനുസരിച്ച് തുള്ളിക്കളിക്കുകയായിരുന്നു, ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന രീതിയിൽ PP ദിവ്യ ഈ കലക്ടറെ കൊണ്ട് ഇതിനുള്ള എല്ലാവിധ അണിയറ സൗകര്യങ്ങളും ഒരുക്കുകയായിരുന്നു PP ദിവ്യ. ഈ കളക്ടർ വേറെ മനസ്സിലാക്കണം. ഈ കളക്ടർ ഈ നവീൻ ബാബുവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വരരുത്, ഇങ്ങോട്ടേക്ക് കയറരുത് എന്ന് മഞ്ജുഷ പറയുകയുണ്ടായി. കളക്ടർ പാതി വഴിക്ക് മടങ്ങിപ്പോയി. എന്ന് പറഞ്ഞാൽ നവീൻ ബാബു വളരെ കൃത്യമായി മഞ്ജുഷയോട് വളരെ നേരത്തെ പറഞ്ഞിരുന്നു തന്നെ ഏതൊക്കെ വിധത്തിൽ ഈ കളക്ടർ ഉപദ്രവിക്കുന്നു എന്ന്. സംശുദ്ധമായ പ്രവർത്തനം നടത്തുന്ന അഴിമതിക്കാരനല്ലാതെ തന്നെ സർവീസിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഈ കളക്ടർ അനുവദിക്കുന്നില്ല എന്ന് മഞ്ജുഷയോട് പറഞ്ഞു. അതിനനുസരിച്ച് മഞ്ജുഷയ്ക്ക് അറിയാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് കൂടിയാണ്? കളക്ടർ കൂടിയാണ്. ഈ കളക്ടർക്ക് എന്താണ് താല്പര്യം? കളക്ടർക്ക് എന്തായാലും വ്യക്തിപരമായ താല്പര്യം ഉണ്ടാവില്ലല്ലോ. കളക്ടർ ആരുടെ താല്പര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിച്ചത്? അവിടെയാണ് കഥ.
എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ ഒരു ഘട്ടത്തിൽ കളക്ടറെ വിളിപ്പിക്കുന്നു. കളക്ടറെ വിളിപ്പിക്കുകയാണ്. ആ കാരണഭൂതവും കളക്ടറും തമ്മിൽ നടത്തിയ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ കാരണഭൂതം വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ കളക്ടർക്ക് കൊടുക്കുന്നു. അതിനുശേഷമാണ് കളക്ടർ പറഞ്ഞത് നവീൻ ബാബുവിന്റെ പേരിൽ ചില സംശയങ്ങളുണ്ട്, നവീൻ ബാബു ചില തെറ്റുകളൊക്കെ താൻ ചെയ്തു എന്ന് പറഞ്ഞിരുന്നു എന്ന രീതിയിലുള്ള ഒരു സംശയാസ്പദമായ ഒരു മൊഴി കൊടുക്കൽ ഈ കളക്ടർ നടത്തി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിന്റെയും പിന്നിൽ കാരണഭൂതമാണെന്നേ. ആർക്കാ സംശയം? അതുകൊണ്ടാണ് പറഞ്ഞത് കെ രാഗേഷ് വിറയ്ക്കുന്നു. കെ രാഗേഷ് വിറയ്ക്കുകയാണ്. എം വി ജയരാജൻ, ഈ രണ്ടുപേരാണ് ഇന്നലെ അപഹാസ്യരായത്. ഈ ജനങ്ങൾ ഇത് കേട്ടാൽ മനസ്സിലാവുന്ന ഇവർക്കൊരു ബോധം വേണ്ടേ? നവീൻ ബാബുവിന്റെ ഭാര്യ തന്നെയാണ് പറയുന്നത് ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, CBI അന്വേഷിക്കണമെന്ന് പറയുമ്പോ എന്നാ പിന്നെ CBI കൊണ്ടുവരണ്ടോ, അതല്ല ചെയ്യേണ്ടത്. എന്നിട്ട് പറയുന്നത് സതീശൻ CBI കൊണ്ടുവരുന്നത് രാഷ്ട്രീയ പകപോക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇവന്മാരെ പിടിക്കുന്ന ആ പേടിയാണ്. കെ രാഗേഷിനെ പിടിക്കും, പിണറായി വിജയനെ പിടിക്കും, PP ദിവ്യയെ മാത്രമല്ല PP ദിവ്യക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ബിനാമികളെയും പിടിക്കും കേട്ടോ. P ശശി. ഇതിന് ഈ കേസ് സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടില്ലേ? പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ഇലക്ട്രീഷ്യൻ അല്ലേ, പ്രശാന്തൻ, അയാൾ പ്രശാന്താണെന്നൊക്കെ പറയുന്നു. മറ്റേ കുമ്പിടിനെ പറഞ്ഞ മാതിരി അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്ന് പറഞ്ഞ മാതിരിയുള്ള സാധനമാണത്. ഈ പ്രശാന്താണ് പറഞ്ഞത് എനിക്ക് 2 ഒപ്പുണ്ട്. എനിക്ക് 2 ഒപ്പുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് ഇയാളൊരു പരാതി ഇമെയിൽ ചെയ്തു. മുഖ്യമന്ത്രിക്ക് ഇയാളൊരു പരാതി ഇമെയിൽ ചെയ്തു ഈ സംഭവത്തിന് ശേഷം. ഇയാൾ അഴിമതിക്കാരനാണ്, നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ട്. ആ കത്ത് ഡ്രാഫ്റ്റ് ചെയ്തത് AKG സെന്റർ എന്നാണ് പറയുന്നത്. AKG സെന്റർ എന്നാണ് ആ കത്ത് ഡ്രാഫ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ഈ റവന്യൂ വകുപ്പ് ഒരു അന്വേഷണം നടത്തിയത് ഗീതയെ കൊണ്ട്. ഈ ഗീത IAS ഒരു അന്വേഷണം നടത്തി. അപ്പോഴാണ് ആദ്യമായി മനസ്സിലായത് നവീൻ ബാബുവിനെതിരെ ഒരു തരത്തിലുള്ള ആക്ഷേപവും ആർക്കുമില്ല. ഇയാൾ ഒരു കൈക്കൂലിക്കാരനെ അല്ല. അതാണ്, കൈക്കൂലിക്കാരനല്ലാത്ത നവീൻ ബാബുവിനെ സർവീസിൽ തുടരാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ PP ദിവ്യയുടെ ഇംഗീതം, P ശശിയുടെ ഇംഗീതം, പിണറായി വിജയന്റെ ഇംഗീതം, കെ രാഗേഷിന്റെ ഇംഗീതം, MV ജയരാജന്റെ ഇംഗീതം, ഇവർ പറയുന്ന ഇത്തരത്തിലുള്ള മാഫിയ സംഘത്തിന് എതിരായിട്ടായിരുന്നു നവീൻ ബാബു പ്രവർത്തിച്ചത്. ആ പെട്രോൾ പമ്പ് ആരുടേതാണ്? പെട്രോൾ പമ്പ് ഈ പ്രശാന്തിന്റേതാണ്. നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഈ ഇലക്ട്രീഷ്യൻ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു താൽക്കാലിക ഒരു കരാർ ജീവനക്കാരനായ ഇലക്ട്രീഷ്യൻ അയാൾ കൂട്ടുവോ ഈ ഒരു പെട്രോൾ പമ്പ്? ആരാണ് പെട്രോൾ പമ്പിന്റെ യഥാർത്ഥത്തിൽ ഉടമ? അന്വേഷിച്ചോ? PP ദിവ്യയുടെ ഫോണുകൾ പിടിച്ചെടുത്തോ? ഒന്നും ചെയ്തിട്ടില്ലാന്നേ. ഇയാൾ 2 ഒപ്പ്, അവിടുത്തെ ഒരു ഒപ്പ്, അവിടെ ഒരു ഒപ്പ്, ഇവിടെ ഒരു ഒപ്പ് പിടിച്ചപ്പോ പറഞ്ഞത് എനിക്ക് 2 ഒപ്പ് ഉണ്ട്. അതേക്ക് കേൾക്കാറുണ്ട് ഒരാൾക്ക് 2 ഒപ്പ്. ഇത് കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റ് ചർച്ചയിൽ KC ഉമേഷ് ബാബു പറഞ്ഞൊരു കാര്യമുണ്ട്. CBI വന്നാൽ 2 നിമിഷം കൊണ്ട് ഈ കേസ് തീർക്കാം. 3 പേരെ ചോദ്യം ചെയ്താൽ മതി എന്നാ പറയുന്നത്. ഒന്നെന്തായാലും ഈ പ്രശാന്തനെ ചോദ്യം ചെയ്യണം. പ്രശാന്തനെ നിർത്തി ചോദ്യം ചെയ്ത് കഴിഞ്ഞാലേ ഈ CBIയുടെ ചോദ്യം ചെയ്യലെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പിണറായിയുടെ പോലീസിന്റെയും പിണറായിയുടെ ക്രൈംബ്രാഞ്ചിന്റെയും ഒന്നും ചോദ്യം ചെയ്യൽ പോലെ ആയിരിക്കില്ല കേട്ടോ CBIയുടെ ചോദ്യം ചെയ്യൽ. CBI പ്രശാന്തിനെ ചോദ്യം ചെയ്താൽ പ്രശാന്ത് മണി പോലെ കാര്യങ്ങൾ പറയും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന്. ഇനി മാത്രമല്ല ആ സ്ഥലം ഉണ്ടല്ലോ, പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് ഇവർ വാങ്ങിയ ഈ സ്ഥലം, യഥാർത്ഥത്തിൽ ആരാണ് ഈ സ്ഥലം വാങ്ങിയത്, ആരാണ് ഈ സ്ഥലത്തിന് പിന്നിലെന്ന് ആ സ്ഥലത്തിന്റെ ഉടമകളായ ആ ഒരു എന്താ പറയാ പാതിരിമാരുണ്ട്, അച്ഛന്മാരുടെ സ്ഥലമാണ് വാങ്ങിയത്. ആ അച്ഛന്മാരെ ചോദ്യം ചെയ്താൽ അറിയാം ഇതിന്റെ പിന്നിൽ ആരാണ്. P ശശിയാണോ, അല്ലെങ്കിൽ PP ദിവ്യയുടെ ഭർത്താവാണോ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റവും വലിയ MV ജയരാജനാണോ, അല്ലെങ്കിൽ MV ഗോവിന്ദനാണോ, ഇതൊക്കെ അറിയണ്ടേ. ഈ PP ദിവ്യയെ ജയിലിലിട്ട ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന PP ദിവ്യയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയാ പോയത്? പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള, PK ശ്യാമള എന്ന് പറയുന്ന സാജനെ കൊലക്ക് കൊടുത്ത PK ശ്യാമള വെയിലത്ത് മണിക്കൂറുകൾ തൊഴുകയുമായി കാത്തിരുന്നു അല്ലെ. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. PK ശ്രീമതി ഉണ്ടായിരുന്നു. PK ശ്രീമതിയും PK ശ്യാമളയും അയ്യോ ഞങ്ങളെ ദിവ്യമോളെ വിട്ടുതരണേ എന്ന് പറഞ്ഞുകൊണ്ട് കൊഞ്ചിക്കൊണ്ട് കെഞ്ചിക്കൊണ്ട് ജയിലിന് മുന്നിൽ കാത്തു കെട്ടിക്കിടന്ന ഈ ശ്രീമതിയെയും ഈ പറയുന്ന PK ശ്യാമളയെയും നമ്മൾ കണ്ടതാണല്ലേ. അപ്പൊ ഇതിലൊക്കെ ആർക്കാണ് താല്പര്യം? എന്താണ് PK ശ്യാമളയുടെ താല്പര്യം? എന്താണ് MV ഗോവിന്ദന്റെ താല്പര്യം? എന്താണ് MV ജയരാജന്റെ താല്പര്യം? എന്താണ് KK രാഗേഷിന്റെ താല്പര്യം? എന്താണ് പിണറായി വിജയന്റെ താല്പര്യം? അറിയും. നേരറിയാൻ വേണ്ടിയിട്ട് CBI വരികയാണ് കേട്ടോ. ഉള്ളുപ്പുമാനില്ലാതെ സഖാക്കൾ പറയാണ്, VD സതീശനോട് പറയാണ്, സതീശന്റെ പോലീസിന് വിശ്വാസമില്ലേന്ന്. ഇവരുടെ ഒരു ചോദ്യങ്ങളെ സതീശന്റെ പോലീസിനെ കൊണ്ട് അന്വേഷിച്ചൂടെ? അതാ ചോദിക്കുന്നത്. സതീശന്റെ പോലീസിനെ കൊണ്ട് അന്വേഷിച്ചൂടെ? എന്തിനാ ഇപ്പൊ CBIനെ വിളിക്കുന്നതെന്ന്? പേടിത്തൊണ്ടന്മാർ
ഇനിയിപ്പോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇഡിക്കെതിരെ ഈ ഇഷ്ടിക കൊണ്ട് ഇഡിക്കാരെ തലമണ്ട തച്ചൊടിച്ച ആ പ്രവർത്തനം ഉണ്ടല്ലോ. പിണറായി വിജയന്റെ വീട് സെർച്ച് ചെയ്തപ്പോ ആ സംഘത്തെ മുഴുവനും കരിങ്കല്ല് കൊണ്ടും ഇഷ്ടിക കട്ട കൊണ്ടും അവരുടെ കാറടിച്ച് പൊട്ടിച്ചു, കാറടിച്ച് തകർത്തു, ആ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു, ചീമുട്ട് എറിഞ്ഞു. ഇതൊക്കെ ചെയ്ത പോലെ ഇനി നിങ്ങൾക്ക് കാണാം. CBI സംഘം എത്തുമ്പോൾ CBI സംഘത്തിനെതിരെ CPM-കാരെ മുഴുവൻ ആക്രമണങ്ങളുമായി ഇറങ്ങും. അവർക്ക് ആരെ സംരക്ഷിക്കണം? അവർക്ക് ദിവ്യമോളെ, വീണമോളെ സംരക്ഷിച്ചു. വീണമോളെ സംരക്ഷിച്ച ഒരു അരിക്കായി. അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം. എന്താ അറിയോ? അതായത് ദിവ്യയുടെ അച്ഛൻ പിണറായി വിജയൻ ഒരു പ്രശ്നമില്ല. പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് നടക്കുന്നു, വീണ്ടും പ്രസംഗിക്കുന്നു. ധർമ്മടത്ത് പോയി വരെ ഉളുപ്പില്ലാതെ പ്രസംഗിക്കുകയാണ്. ധർമ്മടക്കാരെ മുഴുവനും പുറങ്കാല് കൊണ്ട് അടിച്ച് തെറിപ്പിച്ചതാണ്, അല്ലെ? പുറങ്കാല് കൊണ്ട് ചവിട്ടി തെറിപ്പിച്ചതാണ്. പോടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 55,000-ലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്രാവശ്യം ആകെ കിട്ടിയത് 19,000 വോട്ട് എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗം ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത 75% ആൾക്കാർ ഇപ്രാവശ്യം ചെയ്തില്ല. ഇയാള് ശരിയല്ല, ഇയാൾ കടന്നു പോടോ എന്ന് പറഞ്ഞിട്ട് ഉളുപ്പുമാരില്ലാതെ അവിടെ പോയി ഇങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ, നമ്മൾ ഒറ്റക്കെട്ടല്ലേ, നമ്മളെ ഭരണമാണ് നല്ല ഭരണം, ഞാനല്ലാതെ വേറെ ഒന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി ഇങ്ങോട്ട് ഇയാൾ ഇമാരിയുള്ള തീട്ടപ്രസംഗം നടത്തുകയാണ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞോണ്ട് വന്ന എന്താന്ന് വെച്ചാൽ, അതായത് പിണറായി വിജയന് ഈ വീണ എന്ന് പറയുന്ന ഭൂലോക തട്ടിപ്പുകാരിയെ, ഭൂലോക അഴിമതിക്കാരിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ED വന്നപ്പോ ഈ പറഞ്ഞ ആക്രമണം നടത്തിയ 25 ആൾക്കാരാണ്. ഇപ്പം 25 ആൾക്കാരാണ് റിമാൻഡിലായത്. മനസ്സിലാക്കണം നിങ്ങൾ. 25 പേര് ഇനി പുറലോകം കാണില്ല കേട്ടോ. 25 പേര് പുറലോകം കാണില്ല. തിഹാർ ജയിലിലേക്ക് പോകാൻ പോവുകയാണ്. 25 എണ്ണം, വേറെ 300 എണ്ണം പിന്നാലെ വരാനുണ്ട്. 300 പേർക്കെതിരെയാണ് കേസെടുത്തത് എന്ന് പറഞ്ഞാൽ SFI-കാരായ, DYFI-കാരായ, CPM-കാരായ ഗുണ്ടാ സംഘം ഈ പറയുന്ന 300-ഓളം പേർ വീണക്ക് വേണ്ടിയിട്ട്, വീണക്ക് വേണ്ടിയിട്ട് ആരാ വീണ? SFI-കാരിയാണോ? DYFI-കാരിയാണോ? CPM-കാരിയാണോ വീണ? ഭൂലോക തട്ടിപ്പുകാരി. ആ ഭൂലോക തട്ടിപ്പുകാരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച 300-ഓളം CPM-കാർ, അന്തംഗമ്മികൾ, അടിമകൾ, അവര് ഇതാ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഈ വീണയുടെ അച്ഛൻ പിണറായി വിജയന് പ്രശ്നമില്ല, വീണയുടെ ഭർത്താവ് റിയാസിന് പ്രശ്നമില്ല, വീണയുടെ സഹോദരൻ ഇപ്പോഴും മൂപ്പര് ദുബായിലാണ്, അവിടെ മൂപ്പർക്കും പ്രശ്നമില്ല. എന്ന് പറഞ്ഞാൽ വീണയുടെ സഹോദരനോ, വീണയുടെ അച്ഛനോ, വീണയുടെ ഭർത്താവിനോ ഒരു പ്രശ്നമില്ല. ഇവരൊക്കെ ഭയങ്കര ഹാപ്പി. AC റൂമിൽ ഇങ്ങനെ AC ഇട്ടിങ്ങാണ്ട് ഇവർ കിടന്ന് സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്നു. സഖാക്കൾ, ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ആസനം കഴുകാൻ പോയ സഖാക്കൾ ഉണ്ടല്ലോ, ആ സഖാക്കന്മാര് ഇപ്പതാ ഉണ്ട തിന്നുകയാണ് ജീവിതകാലം മുഴുവൻ. നീ കുറെ എണ്ണം കൂടി ഇറങ്ങിക്കോ. ആരെ രക്ഷിക്കാൻ? ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിട്ട് കുറെ എണ്ണം ഇറങ്ങിക്കോട്ടോ. ഈ എഡോ നിങ്ങളൊക്കെ എന്നാണോ നന്നാവുക? ഏറ്റവും വലിയ രസം എന്താണ്? ഇന്നത്തെ ദേശാഭിമാനി ഞാൻ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നോക്കിയപ്പോ ഈ പറയുന്ന, അതായത് പാർട്ടി കുടുംബത്തിൽപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ ആവശ്യപ്പെട്ട CBI അന്വേഷണം ആവാം, CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് നിർദ്ദേശം നൽകുക എന്ന് VD സതീശൻ പറഞ്ഞ വാർത്ത മറ്റെല്ലാ പത്രങ്ങളും മെയിൻ സ്റ്റോറിയായി അടിച്ച വാർത്ത ഈ പത്രത്തിലില്ല. ഇതിൽ കുറെ മണഗുണാഞ്ചന്മാര് ഈ പത്രം നടത്തുന്നുണ്ടല്ലോ. ഈ ഒമാരൊക്കെ വേണം തെരണ്ടിവാൽ കൊണ്ട് അടിക്കാൻ കേട്ടോ. തെരണ്ടിവാൽ എടുത്തിട്ട് അടിക്കണം. ആ വാർത്ത ഈ പറയുന്ന ടോയ്ലറ്റ് പേപ്പറിൽ ഇല്ല. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ കുടുംബം പാർട്ടി കുടുംബം. എന്റെ മക്കളെ പോയി തൂങ്ങി ചത്തൂടെ, അല്ലേ? ഉളുപ്പും മാനില്ലാതെ നടക്കുന്നു.